ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയാണെന്ന് ക്രൈംബ്രാഞ്ച് സ്പീക്കറെ അറിയിക്കും. ക്രൈംബ്രാഞ്ച് ഇന്ന് തന്നെ സ്പീക്കറുടെ ഓഫീസിൽ റിപ്പോർട്ട് നൽകും. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം നടക്കാനിരിക്കെയാണ് നീക്കം. വിവരങ്ങളുമായി അനു BS ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അനു, ഒരു സാധാരണ ആരോപണം എന്ന നിലയിൽ മാത്രമല്ല, പരാതിയുണ്ടോ കേസുണ്ടോ എന്ന തരത്തിലായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ എല്ലാം ചോദ്യം. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തന്നെ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ് എന്ന കാര്യം സ്പീക്കറെ അറിയിക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയായ ക്രൈംബ്രാഞ്ച് കേസിന്റെ വിശദാംശങ്ങളാണ് നിയമസഭാ സ്പീക്കർ AN ഷംസീറിനെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അറിയിക്കുക. ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് സാധാരണ സഭാ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ ഭരണപക്ഷത്തെ ആക്രമിക്കുന്ന പ്രതിപക്ഷത്തെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇത്തവണ മറിച്ചായിരിക്കും. അതായത് പ്രതിപക്ഷത്തേക്ക് ഭരണപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ രാഹുൽ പങ്കെടുത്തേക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാഹുലിനെ പരസ്യ പിന്തുണയുമായി എത്തുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടു. അത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് സഭാ സമ്മേളനത്തിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, വളരെ ഗുരുതരമായ രോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കല്ലാതെ ഏതെങ്കിലും സാമാജികനെ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അങ്ങനെ വിട്ടുനിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു നീക്കം കൂടെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്പീക്കർ തന്നെ ഇക്കാര്യം അറിയിക്കുന്നത്. ഒരു ലൈംഗിക പീഡന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘം തന്നെ സ്പീക്കർ AN ഷംസീറിനെ അറിയിക്കും. അനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അതിന് തൊട്ട് മുന്നോടിയായി നടക്കുന്ന ഒരു നിയമസഭാ സമ്മേളനം, 1.5 മാസക്കാലത്തോളം നീളുന്ന ഒരു സമ്മേളനം. ആ സമ്മേളനത്തിലും എന്തായാലും പ്രതിപക്ഷത്തിന് നിലവിൽ ഒരു പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ തന്നെ ഒരു ആക്രമണം എന്തായാലും ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സഭാ സമ്മേളനങ്ങളിൽ ഭരണപക്ഷത്തെ, കാരണം നോക്കൂ, പിണറായി വിജയൻ സർക്കാരിന്റെ 2ാം ടേം പൂർത്തിയാക്കി ഒരു 9ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു സമയത്ത് സാധാരണ സർക്കാരാണ് പ്രതിസന്ധിയിലാവുക, അല്ലെങ്കിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ വലിയ രീതിയിലുള്ള സമരങ്ങൾ നടക്കുന്ന, സർക്കാർ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടത്. പക്ഷേ ഇവിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടവും UDF-ഉമാണ്. ആക്രമണം നടത്തുന്നതാകട്ടെ അത് ഭരണപക്ഷവും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു നിയമസഭാ സമ്മേളനം നടക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ സ്വാഭാവികമായും ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചില വാക്കുകൾ പി.രാജീവ് ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറരുത് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്തി. അങ്ങനെ രാഹുൽ മാങ്കൂട്ടം നമുക്കറിയാം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പോലും വളരെ അഗ്രസീവായി ആക്രമിക്കുന്ന ഒരു ശൈലിയുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ അതിനെ പരമാവധി ആ വിഷയം കത്തിക്കാൻ തന്നെയാകും ഭരണപക്ഷം ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഈ കാര്യം സ്പീക്കറെ കൂടി അറിയിക്കുക എന്നുള്ളൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അനു, അതോടൊപ്പം കേസിന്റെ വിശദാംശങ്ങൾ കൂടി, കാരണം ഒരു പ്രാഥമികമായ ഒരു അന്വേഷണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ, കേസിന്റെ കൂടി വിശദാംശങ്ങൾ. ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് പരാതിക്കാരായ 10ഓളം പേരാണ് പരാതിക്കാരായിട്ടുള്ളത്. ഈ 10ഓളം പേരുടെ മൊഴി ആദ്യമായി പ്രാഥമികമായി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. അതിനുശേഷം അതിന്റെ വസ്തുതാ പരിശോധനയാണ്. അതിൽ മറ്റു തെളിവുകൾ, ഓഡിയോ സംഭാഷണങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് മറ്റ് പരാതിക്കാരെങ്കിലും, അതായത് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്ന 10ഓളം പരാതികൾ, ഈ 10 പരാതികളും തേർഡ് പാർട്ടികളിൽ നിന്നാണ്. അതായത് നേരിട്ട് ഇരകൾ നൽകാത്ത പരാതികളാണ്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നൽകിയ പരാതികളാണ്. അപ്പോൾ സ്വാഭാവികമായും ആദ്യം അവരുടെ മൊഴിയെടുക്കും. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളിൽ അല്ലെങ്കിൽ ഈ ഇരകളിലേക്കോ പ്രതികളിലേക്കോ എത്താൻ കഴിയുന്ന മറ്റു സാഹചര്യങ്ങളുടെ തെളിവുകൾ ശേഖരിക്കലും മൊഴിയെടുക്കലുമായിരിക്കും ഇനി ഉണ്ടാവുക. അനു, അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെയൊക്കെ ന്യായീകരണങ്ങൾ അല്ലെങ്കിൽ രാഹുലിനെ വെള്ളപൂശിയുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കാണുന്നു. ഇന്നും അത് UDF കൺവീനറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ആ തരത്തിൽ നോക്കുമ്പോൾ ഇത്തരത്തിലൊരു കേസ് നടപടി സ്പീക്കറെ അറിയിച്ചതുമായി ബന്ധപ്പെട്ട് ഉണ്ടായാൽ പോലും ഒരു സഭയിൽ നമുക്ക് തീർച്ചയായും ഒരു ഇതിന് അപ്പുറത്തേക്കുള്ള ഒരു വാദങ്ങൾ തന്നെ സഭയിലും UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം.
നോക്കൂ, UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആദ്യഘട്ടത്തിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പാണ് ആ വിഷയത്തെ, അതായത് രാഹുലിനെതിരെ എവിടെയാണ് പരാതി, ആരാണ് പരാതി നൽകിയത്, ആരാണ് പരാതിക്കാരി എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് ആദ്യം കോൺഗ്രസിലെ എ ഗ്രൂപ്പുകാരായിരുന്നു. അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ, UDF നേതാക്കളൊക്കെ സമാനമായ പരസ്യ അല്ലെങ്കിൽ സമാനമായ പ്രതികരണങ്ങളിലേക്ക് അവർ കടക്കുന്നു. അതായത് രാഹുലിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോൺഗ്രസും UDF-ഉം തയ്യാറാകുന്നു, അതിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ നിലവിൽ അന്വേഷണ സംഘത്തിന് ഇത്തരത്തിലുള്ള ഇരകളുടേതായിട്ടുള്ള പരാതികൾ വന്നിട്ടില്ല. അതിലേക്ക് എത്താനുള്ള ശ്രമവും സമഗ്രമായ അന്വേഷണവുമാണ് അവർ നടത്തുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനെ രാഷ്ട്രീയമായി നേരിട്ടേ മതിയാകൂ. താല്പര്യമില്ല എങ്കിൽ കൂടി അവർക്ക് രാഹുലിനെ അങ്ങനെ കൈയൊഴിയാൻ വേണ്ടി കഴിയില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കോ മാറിക്കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമായിരിക്കില്ല, വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതിന്റെ അലയൊലികൾ, അതിന്റെ തിരിച്ചടികൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലെങ്കിലും രാഹുലിനെ തൽക്കാലം കൈവിടാൻ കോൺഗ്രസോ UDF-ഓ തയ്യാറാകില്ല.